കോറിലേഷനിലെ ഫസ്റ്റ് മെത്തേഡാണ് പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. അതിന് R എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. കാണാനുള്ള ഫോർമുല സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. നമുക്കിവിടെ രണ്ട് ടൈപ്പ് സീരീസാണ് തരിക. എക്സിൻ്റെ സീരീസും തരും, വൈയുടെ സീരീസും തരും. അതിൽ എക്സിലെ മീനാണ് എക്സ് ബാർ എന്ന് പറയുന്നത്, വൈയുടെ അരിതമെറ്റിക് മീനാണ് വൈ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ എൻ എന്ന് പറയുന്നത് കൊവേരിയൻസ്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. COV എന്ന് പറഞ്ഞാൽ കൊവേരിയൻസിൻ്റെ ഷോർട്ടാണ്, കൊവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറയും, ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഓക്കെ, പിന്നെ ഇവിടെ സിഗ്മ എക്സും സിഗ്മ വൈയും എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും ആണ്. അതുപോലെ ഇതിൻ്റെ അനദർ ഒരു ഫോർമുല നമുക്ക് ഈ രീതിയിൽ എഴുതാം. കാരണം എക്സാമിനോ അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനോ എളുപ്പത്തിന് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ എക്സുകളാണ്. അവിടെ നമ്മൾ തിരിച്ച് സ്മോൾ എക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആ സ്മോൾ എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. സ്മോൾ വൈ എന്ന് പറയുന്നത് വൈ മൈനസ് വൈ ബാർ ആണ്. നമുക്ക് തരുന്ന ഡാറ്റ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഒരു ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു പ്രോബ്ലത്തിനേക്കാൾ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമുള്ളൊരു രീതി ഇതാണ്. ഓക്കെ, അതിൽ അതല്ല, ചില സമയങ്ങളിൽ കൊവേരിയൻസ് തന്നിട്ടുണ്ടാകും, സിഗ്മ എക്സ് തന്നിട്ടുണ്ടാകും, സിഗ്മ വൈ തന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നേരിട്ട് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ. അവിടെ രണ്ട് ഡാറ്റ തന്നിട്ടുണ്ട്, എക്സും വൈയും ആയിട്ട് എടുക്കാം നമുക്കതിനെ. ഒരു സെറ്റ് ഓഫ് ഡാറ്റ എക്സ് ആയിട്ടും മറ്റേ സെറ്റ് ഓഫ് ഡാറ്റ വൈ ആയിട്ടും എടുത്തു. ഇനി നമുക്ക് കാണേണ്ടത് ആദ്യത്തേത് എക്സിൻ്റെ എക്സ് ബാർ ആണ്. എക്സ് ബാർ എന്ന് വെച്ചാൽ ആ ടോട്ടൽ എടുത്തു, എക്സിൻ്റെ എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ 650 ആണ്. എൻ എന്ന് പറഞ്ഞാൽ 10 ആണ്. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 65 എക്സ് ബാർ എന്ന് കിട്ടും. വൈ എന്ന് പറയുന്നത് വൈ ബാർ കിട്ടണമെങ്കിൽ അതിൻ്റെ ടോട്ടൽ എടുത്തു, സിഗ്മ വൈ ബൈ എൻ ടോട്ടൽ ബൈ 10 ഒബ്സർവേഷൻസ് ഉള്ളത് 66 എന്ന് കിട്ടും. പിന്നെ നമ്മൾ സ്മോൾ എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൽ നിന്ന് എക്സ് ബാർ എല്ലാം മൈനസ് ചെയ്യുന്നു. സ്മോൾ വൈ കണ്ടുപിടിക്കുന്നത് വൈയിൽ നിന്ന് വൈ ബാർ എല്ലാം മൈനസ് ചെയ്യുന്നു. ദെൻ എക്സ് സ്ക്വയറിൻ്റെ ഒരു ടേം വേണം, ഇവിടെ വൈ സ്ക്വയറിൻ്റെ ടേം വേണം, എക്സ് വൈയുടെ ടേം വേണം. ഇത്രയും കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് നേരെ ഫോർമുല ആലോചിക്കുക. സിഗ്മ എക്സ് വൈ ബൈ റൂട്ട് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് വൈ സ്ക്വയർ. ഓക്കെ, എളുപ്പമാണ് അത് ചെയ്യാൻ. സിഗ്മ എക്സ് സ്ക്വയറും സിഗ്മ വൈ സ്ക്വയറും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. നെക്സ്റ്റ് വേണ്ടത് റാങ്ക് കോറിലേഷനാണ്. ഇപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ഡാറ്റ തന്നുമല്ലോ. ആ ഡാറ്റയിൽ ചിലപ്പോൾ എക്സ് വാല്യൂസിൽ സെയിം ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിൽ 69 ആയിരുന്നു ഫസ്റ്റ് നമ്പർ, വീണ്ടും ഒരു 69 വന്നെന്ന് വരാം. അങ്ങനെ റിപ്പീറ്റഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് റാങ്ക് കാണാമെന്ന് ഈ റാങ്ക് കോറിലേഷൻ യൂസ് ചെയ്തിട്ടാണ് കാണുന്നത്. ഇനി അതല്ലെങ്കിൽ ഇതിന് റാങ്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറ്റവും വലുത് മുതൽ ചെറുത് വരെ നമ്മളതിനെ റാങ്ക് ചെയ്യുക. റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ റാങ്ക് കാണുകയാണ് ചെയ്യുക. അതെങ്ങനെയെന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ സ്റ്റുഡൻറ്റ് റോൾ നമ്പറിന് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നില്ല. അത് 1 മുതൽ 2 വരെ ഉള്ള റോൾ നമ്പേഴ്സ് അതങ്ങനെ കണ്ടാൽ മതി. 2 മാത്സിൻ്റെ മാർക്കും സ്റ്റാറ്റിയുടെ മാർക്കുമാണ് തന്നിട്ടുള്ളത്. റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ് ആയിട്ട് എടുക്കേണ്ടത് റാങ്കിനെയാണ്. അപ്പം എക്സ് ആയിട്ട് എടുക്കേണ്ടത് മാത്സിൻ്റെ മാർക്കാണ്, വൈ ആയിട്ട് എടുക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്കാണ്. അപ്പോൾ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു ടേബിൾ വരും. റോൾ നമ്പർ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ആരെന്തെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്സിൻ്റെ മാർക്കിന് എക്സ് ആയിട്ട് എടുക്കുന്നു. അതിൻ്റെ റാങ്ക്, അപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഏറ്റവും വലിയ നമ്പറിനെ നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്യും. അതിന് തൊട്ട് ശേഷമുള്ളത് 2 എന്ന് മാർക്ക് ചെയ്യും, പിന്നെ 3 എന്ന് മാർക്ക് ചെയ്യും, 4 എന്ന് മാർക്ക് ചെയ്യും. അങ്ങനെ 10 നമ്പേഴ്സുണ്ട്. 10 നമ്പേഴ്സിന് നമ്മൾ റാങ്ക് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ വൈയുടെ മാർക്കുകൾ എടുത്തിട്ട് അതിനെ അതുപോലെ തന്നെ റാങ്ക് ചെയ്യുന്നു. വൈയിലെ ഏറ്റവും വലിയ മാർക്കിന് 1, അത് 91 ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് 86 ആണ്, അതിന് 2 എന്ന് നമ്പർ ചെയ്തു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് റാങ്ക് എക്സും റാങ്ക് വൈയും തമ്മിലുള്ള ഡിഫറൻസ്. ഈ 4ഉം 3യും തമ്മിലുള്ള ഡിഫറൻസ് അത് എത്ര വരും? 1 വരും. അങ്ങനെ ഓരോന്നിൻ്റെയും ഡിഫറൻസ് കാണാം. അതിന് D എന്നായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ D² കാണാം, സിഗ്മ D² കിട്ടും.
ദെൻ നേരെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുക. ഈ n എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിരിക്കുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിഫറൻസ് ആണ്. അതിൻ്റെ സമ്മ് സിഗ്മ ഡി സ്ക്വയർ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം 1 മൈനസ് ആണത് വരുന്നത്, അല്ലാതെ 1 മുകളിൽ മൈനസ് അല്ല. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് 1 മൈനസ് ചെയ്യുക ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ?